അതൊരു നാൾ നന്ദനന്ദനീശ്വരൻ സുന്ദരിമാരായ കാന്തമാരോടൊത്ത് ഓരോരോ ഭാര്യമാർക്ക് ഓരോരോ രൂപമായി വരിലയിലേക്കു നദിയിലിറങ്ങിനാൻ. അപ്പോൾ വിവിധരു അമ്പലമാർഗത്തിൽ ഉൽപ്പന്നമോദേന വന്നു നിറഞ്ഞത്. മല്ലവിലോചനൻ മല്ലാക്ഷിമാരുമായി നല്ല ജലക്രീഡ ചെയ്തു തുടങ്ങിന. നിർമ്മലമാം ജലെ ആനന്ദം ഉൾക്കൊണ്ടു നന്മയിൽ നീന്തി തുടിച്ചവർ പാടിയും അത്യന്തബോധമോടെ രമണനെ ഭക്ത്യാ തഴുകിയും നന്നായി രമിക്കയും നിർമ്മലമാം ജലം കൈകൊണ്ട് കോരിയും തമ്മിലോട്ടും പിണങ്ങിയിട്ടും ചിരിക്കയും ഓരോരോ നാരിമാർ കാന്തനോടൊന്നിച്ച് ഓരോ തരമൊത്ത് നന്നായി രമിച്ചത്. നിർമ്മല വാരിയിൽ വാരിജാത്യങ്ങളാം നിർമ്മല പുഷ്പത്തിൽ നിന്നു പവനനും മന്ദമായി വീട്ടുകല്ലോല സംയുതം മെല്ലെ ഇളകുന്ന പുഷ്പ സുഗന്ധവും ശീതളവായുക്കളേറ്റു തരുണിമാർ ചെയ്തോ മലിനവകർന്നു ശോഭിക്കയും സർവാത്മകൻ ജഗന്നായകൻ തന്നോട് സർവദാവാണുരവിച്ചോരു നാരിമാർദ്ദമുടെ വാക്യം വിചാരിച്ചു കാണുകിൽ മന്നവാ ചൊല്ലേണ്ടതെന്തതിവിസ്മയം. വാരണനാരിമാർ പരമതത്തോടും വാരിയിൽ ലീല ചെയ്യുന്നതിൻ മധ്യത്തിൽ മത്തഗജം വാരി ലീല ചെയ്യും പോലെ ഉത്തമൻ കൃഷ്ണൻ കളിച്ചിതു വരിയിൽ. ദേവകൾ പൂമലർ ദേവവാദ്യയുധം ആവോളമാനന്ദമോടു വർഷിച്ചിട്ട് മാധവൻ തന്നെ വാട്ടി സ്തുതിച്ചിടിനാൻ. ബാധ ഒഴിഞ്ഞോരമരമോഘമന്നേരം വാരിയിൽ നിന്നു കരേറിയ നേരത്ത് ചാരുതര വസ്ത്രമാഭരണാദികൾ വേണ്ടതുമെന്നേലെ നൽകിയവയെല്ലാം കൊണ്ടൽ വർണ്ണൻ താൻ പരിഗ്രഹിച്ചെന്നോണം വിത്തവസനങ്ങൾ ഭൂഷണാദ്യങ്ങളും ചിത്തബോധം ശൂദ്രജാതിക്കു മാധവൻ നന്നായി കൊടുത്തിത് കഥമാരും അത തന്നുടെ ശൂദ്രകൾക്കും മറ്റുമങ്ങനെ വേണ്ടുന്നവയതും നൽകി തരുണിമാൻ. ഉണ്ടായ മോദേന മാധവൻ തന്നെ മാധുര്യവാക്യ കടാക്ഷഹാസങ്ങളും മാധുര്യശീലലീലാ വിലാസ സാരസ്യവും മന്മഥരൂപം ജയിക്കും ശരീരവും നിർമ്മല ശോഭയും കണ്ട് മദനമാത്മാരം വളർന്ന് മുകുന്ദകാന്താജനം ധീരത വിട്ടു തന്നെത്താൻ മറന്നിട്ട് ഉന്മത്ത വാക്കുകൾ ഓരോന്നു ചൊല്ലിനാൻ. നന്മയോടോരോ തരം അവരേവരും കാമലീലാവിലാസ ഭ്രമവാക്കുകൾ കാമിനിമാർ പറഞ്ഞേറ്റം രമിപ്പിച്ച് മാധവപത്നിമാർ സംഭ്രമവാക്കുകൾ ബോധിപ്പതിനു സന്ദേഹമുണ്ടായി വരും. കാമ വികാരത്തിലന്യം അറിയാതെ കാമിനിമാർക്കോ പറയേണ്ടതില്ലല്ലോ. കാമനുമൂലമായുള്ള മുകുന്ദന്റെ കോമളാംഗത്തിൻ വിശേഷങ്ങൾ കേട്ടിലോ. നാരിമാർക്കുള്ളിൽ മദനമാൾ ഭക്തിയും പാരമുണ്ടാകുന്നതെന്നങ്ങിരിക്കുമ്പോൾ സർവത കണ്ടു വസിപ്പവർക്കിത്തരം സർവവിഭ്രാന്തിയുണ്ടായതെന്തത്ഭുതം. സർവാത്മകൻ തന്റെ കാന്തമാരായവർ സർവദായാകര സ്വപ്നാദ്യവസ്ഥയിൽ മാധവനോട് ചിത്തം രമിപ്പിച്ചിട്ട് ബാധ എന്നെ സുഖിച്ചാരെന്നതേ വേണ്ടു. ലോകരക്ഷാപതി സർവേശനച്യുതൻ ഏകനകണ്ഠമാൻ ജ്യോതിർമയൻ സ്വയം
കാന്തനെന്നോർത്ത് സദാവാദ സേവയാ ചെന്താമരാക്ഷങ്ങൾ നിൽക്കും തരുണിമാർ ചെയ്ത തവ ശുദ്ധിയോഗ വിശേഷങ്ങൾ ചേതസി ചിന്തിക്കിലെന്തു ചൊല്ലാവതും സർവാത്മകൻ ഹരിനാനാ ജനരക്ഷ സർവശിക്ഷാ സർവധർമ്മങ്ങളും ചെയ്ത് സർവസൗഖ്യേന വസിച്ചു മുഖം നിർവാണതൻ വനക്രീഡ ജലക്രീഡ ദിവ്യഹർമ്മ്യക്രീഡ മൂന്നു രതികളും ദിവ്യനാം കൃഷ്ണൻ പ്രവർത്തിച്ചു നിർത്തിനാൻ സർവേശ്വരൻ പാദസന്നിധവുമേവുന്ന സർവ മനോഹരമാരായ കാന്തമാ നിർവാണതുല്യ സുഖേന വിനോദിച്ച് യൗവനമാണ്ടുമൂതാൽ വസിക്കുന്നവർ എട്ടും ഒരു ഷോഡശായിരമുള്ളവർ പുഷ്ടമോദം പെറ്റുപുത്രരോരോന്നതിൽ 10 പേരുണ്ടായതിൽ മഹാശക്തരായി 10 പേർ പ്രദ്യുമ്നാദികൾ ആയതിലേറ്റം മഹാരഥൻ പ്രദ്യുമ്നൻ മായാമയസമൻ വീര്യപരാക്രമൻ തൽസുതനാകും അനിരുദ്ധനായതും വജ്രൻ അനിരുദ്ധന നന്ദനായവൻ സജ്ജനങ്ങൾ യദുവംശം കൊടുക്കത്തു നാശം ഭവിച്ചിതയസാം മുസലത്താൽ വംശകർത്താവെന്ന് വജ്രൻ അറികടോ ബാഹുബലം ധനകീർത്തി സൗന്ദര്യവും ബാഹുല്യവിദ്യയും ബ്രാഹ്മണ ഭക്തിയും മറ്റുമോരോ ഗുണം യാദവ വംശമാം കൃഷ്ണകുലത്തിലില്ലാതവരില്ലല്ലോ വീരരാകും ഇവർ വംശം ഗണിപ്പതിനാരാരുമാമല്ല ദേവോത്തമന്മാർക്കും മാധവപുത്ര പൗത്രാദികുമാരൻ ബോധിതരായി മഹാമുഖ്യ പ്രസിദ്ധരായി വിജ്ഞാനവും നയസദ്ഗുണയുക്തരായി അജ്ഞരല്ലാതെ യദുകുലവീരരിൽ 4 കോടിക്കകമാചാര്യരുണ്ടുപോൽ വേല ഗണിപ്പതിനിത്തരം ഉള്ളൊരു യാദവ വംശത്തിൽ ആഹുകനെന്നവൻ യാദവരാജനായി വന്നതറിക നീ ഭൂമിയിൽ ദൈത്യരേറ്റമുളവാകയും ഭൂമിയിൽ ജാതര ദേശിക്കയും മൂലം നാരായണാജ്ഞയാ ദേവകൾ ഭൂമിയിൽ ഓരോ തരം യാദവരായി പിറന്നിതേ നിർമ്മല നീതി സഹിതരവർകളും നന്മയിൽ 101 വംശമായി വന്നിതേ യാദവ വംശം മഹാബലമങ്ങതിൽ വേദാന്ത വേദ്യനഖില ജഗൽപതി വന്നു ജനിച്ചു മുകുന്ദൻ ഓരോ വിധം തന്നുടമായ ലോകരക്ഷാർത്ഥമായി തന്നെ വംശരാം യാദവരെ കൊണ്ടു കർമ്മങ്ങൾ ചെയ്യിച്ചു കാര്യവും സാധിച്ചു നിർമ്മലം തദ്വംശ യാദവരൊക്കെയും തമ്മേ മറന്നു സേവിച്ചിതങ്ങാസ്തയാ നന്ദാത്മജം നരമൂർത്തിമാനീശ്വരം ധന്യരായ യാദവന്മാർ ഭാഗ്യമത്ഭുതം മല്ലാരി മാധവൻ ലോകരക്ഷാർത്ഥമായല്ലോ കുരുക്ഷേത്ര പുണ്യമാം ഭൂമിയിൽ നല്ല മുനിവരന്മാരുമായ സ്തയാ നല്ല യജ്ഞങ്ങൾ തം 12 സംവത്സരം ചെയ്തു വസിച്ചു ജഗൽ പരിശുദ്ധ്യത്വം ചെയ്തോ മലാപഹ ഗംഗയ്ക്കു തൽപാദരേണുനാം ബിന്ദം പുനഃശുദ്ധിയേകിയ ത്രാണനിപുണൻ വരൻ പുരുഷോത്തമൻ പ്രാണികൾക്കുള്ളും കുറവുമെന്നായവൻ തന്നോടു വൈരമായെങ്കിലും തൽക്കഥ തന്നുള്ളിൽ ഓർക്കുന്നവർക്ക് മുക്തിപദം സത്വരം നൽകുന്ന ഭക്തപ്രിയൻ തൻ്റെ ഉത്തമലീല കലിനാശ നിർമ്മലം കേട്ടിലും ചൊല്ലിലും പാപം കെടുപ്പവൻ സചാൽ ചരാചര ലോകങ്ങളൊക്കെയും സർവാത്മകൻ തൻ്റെ മായയാ സൃഷ്ടിച്ച് സർവത്തിലും തന്മയമായി നിറഞ്ഞിട്ട് രക്ഷിച്ചു സംഹരിച്ചിടും പരൻകുമാർ ഇക്ഷിവിഭാരം കളഞ്ഞതെന്തത്ഭുതം ബ്രഹ്മാദിദേവകൾ അധികമൂലമായി നിർമ്മലൻ സാധുരക്ഷാർത്ഥം ജനിച്ചൊരു നാരായണൻ അസുരാംശ നൃപന്മാർ
ഓരോ തരം സംഹരിച്ചു ശത്രുക്കളെ പാലനം ചെയ്തു തന്നിത്രജനത്തോടും പാലിച്ചു ധർമ്മങ്ങൾ കർമ്മസമന്വിതം കൽമഷനാശനൻ സർവദേവ നരരെന്നിവരാൽ തുത്യനായി ദ്വാരാവതി തന്നിൽ സുഖത്തോട് പുത്രപൗത്രാദിയോടൊന്നിച്ച് സർവസമ്പൽ സമൃദ്ധിയുതം നാരായണൻ പരൻ കൃഷ്ണൻ ജഗന്മയൻ കാരുണ്യമൂർത്തി വാണീടിനാൻ മോദമായി സർവ ജഗൽപതിതൻ കഥയിത്തരവും ആവോളവും കേട്ടുകൊള്ളിൽ അവർക്കെല്ലാം സർവ സമ്പൽ സമൃദ്ധി സൗഖ്യങ്ങൾ ത്രിഭുജയം കമ്പമെന്റെ കീർത്തി സന്തതി സൗഭാഗ്യം നാനാവിധം വിഭവങ്ങൾ ബലം ബഹുമാനവും വീര്യ വിദ്യായുരാരോഗ്യവും സർവജന ബഹുമാനവും അതിശുദ്ധി സർവവേദിത്വം മഹാജനപൂജ്യത്വം ജന്മജന്മാന്തരാൽ ആർജിതപാപങ്ങൾ കന്മഷൻ ഉന്മൂലനാശനം ശാന്തിയും കൽമഷ ഉന്മൂലനാശനം ശാന്തിയും ബ്രഹ്മഹത്യാദി മഹാപാപവും പോകും നിർമ്മല വിഷ്ണു പദഭക്തി വാഞ്ചയും സർവദാ ഭക്തിയും മുക്തിയും സിദ്ധിക്കും സർവജനത്തിനുമില്ലൊരു സംശയം ഈ കഥ സർവവും മനുഷ്യർ കേൾക്കിലൊക്കെയും നല്ലത് തന്നെ വരും ദൃഢം ഈ കഥ സർവവും മനസ്സേ തോന്നുകിൽ ദുഷ്കൃത നാശനാൽ കൃഷ്ണ ഭക്തന്മാരിൽ എത്രയും ഉത്തമനാം ഇല്ല സംശയം ചിത്രം യദുവംശജാതൻ മുഖം തന്റെ ഈ കഥ തന്നിൽ ഒരു കഥയോർക്കിലോ മുഷ്കരകാല ദൂതന്മാരടുത്തിടാം മുഷ്കരനായോർ അജാമിളനോരാത ദുഷ്കൃതനാശനൻ നാരായണൻ തന്റെ നാമോ വിളിച്ചത് മൂലം ഹരിപദം സാമോദമോട് ചേർന്നാൽ അത് പാർക്കിലോ സർവവും ഈ കഥ കേൾക്കതാൻ ഓർക്കതാൻ സർവദാ ചിന്തിക്ക സ്വപ്നത്തിലെങ്കിലും ചെയ്യുവവർക്കെന്തു ഫലം പറയേണ്ടതില്ലേവമെന്നോർത്ത് അതിനുള്ള ഫലത്തെയും ചേതസി ചിന്തിക്കിൽ അറ്റമില്ലെന്നതും ചേതസി ചിന്തിച്ചുറച്ച് ശാന്തി പദം പ്രാപിച്ചിരിക്കുന്നു ഞാനും എന്നുള്ളൊരു പാപഹാരി ചരിത ഫലം ചൊല്ലാവൂ സർവദ നാരായണപദം ചിന്തിച്ച് സർവേശ്വരങ്ങൾ സദാഭക്തി കൈക്കൊണ്ടിക്കഥയൊക്കെയും കേൾക്കിൽ ജനീമൃതേ ദുഷ്കൃതം പോയി മുകുന്ദ പദം ചേരുമേ മനവന്മാർ കുലമൗലിമാണിക്യമേ നന്നായിതം കഥ ചിന്തിക്കിലോ ഭവാൻ ഇന്നു വന്നിടും വിശുദ്ധയാം ഭക്തിയും എന്ന് ശുഖമുനി ശ്രീ പരീക്ഷിത്തിനോടിക്കനെ ചൊല്ലാൻ ദശമ കഥകളെ നന്നായതിഭൂഭക്തി പൂണ്ടിവ കേട്ടോരു മന്നവൻ മാധവൻ തൻ ചരിതാമൃതം നന്ദിച്ചു സേവിച്ചു പീയൂഷ സാഗരേ മുഖേ ഉണർന്ന രോമാഞ്ച സംയുക്തനായി മംഗളമാനന്ദ ബാഷ്പാകുലാക്ഷനായി ശ്രേഷ്ഠമാം ബ്രഹ്മപദം ഹൃദയ ചിന്തിച്ചു വടമന്യേ വധിച്ചാൻ അതിഭക്തനായി ത്രാണനിവിടം ജനാർദ്ദനൻ തന്നുടെ ക്ഷോണി രക്ഷാദശമം കഥ മിക്കതും ശൗനകാദി മുനികളോടിങ്ങനെ ആനന്ദമോട് സൂതൻ പറഞ്ഞിടിനാൻ 99 അധ്യായമാം അതിൽ നിർണയിച്ചിട്ടു പറഞ്ഞതറിഞ്ഞാലും അധ്യായമുണ്ട് 90 ദശമത്തിൽ സിദ്ധമെന്നും പറഞ്ഞിടാമൊരു പക്ഷം ഏതെങ്കിലും ദശമം കഥയൊക്കെയും ചേതസി നന്നായി അറിവതിനായിക്കൊണ്ട് ചൊല്ലിനേ നിന്നുടെ ദേശികാനുഗ്രഹാൽ
മലാരി ഭക്തർ പൊറുക്ക ചൊല്ലൻ പിഴ ശേഷമിന്നും കഥമേലേടമുള്ളത് വൈഷമ്യമുണ്ട് പറവതിനെങ്കിലും കേൾക്കേണമെങ്കിൽ അതും പറഞ്ഞിടുവൻ സൽക്കഥ നാളെ എന്നാൾ കിളിപ്പയലും ഇതി ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സുതശൗനക സംവാദേ ദശമസ്കന്ധം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.